നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബ്ലോക്കിന് കീഴിലെ കാർഷിക യന്ത്രങ്ങളുടെ സൗജന്യ സർവീസ് ക്യാമ്പ് പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ സംഘടിപ്പിച്ചു. 1000 രൂപ വരെയുള്ള സ്ക്വയർ പാർട്സുകളും സൗജന്യ സർവീസുമാണ് നൽകിയത്. കർഷകർക്കും കർഷക ഗ്രൂപ്പുകൾക്കും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സബ്സിഡി നിരക്കിൽ നിരവധി ആധുനിക യന്ത്രങ്ങൾ നൽകി വരുന്നു. എന്നാൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വൻ ചെലവ് നൽകിയാണ് കർഷകർ ഇതുവരെ നടത്തിയിരുന്നത്. എന്നാൽ സർവീസ് ചാർജ് ഇല്ലാതെയും 1000 രൂപ വരെ സ്പെയർ പാർട്സുകൾ തികച്ചും സൗജന്യമായുമാണ് സർവീസ് ക്യാമ്പ് പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചതെന്ന് കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ കമറുന്നിസയും സ്റ്റോർ ഇൻചാർജ് ജയകൃഷ്ണൻ പിയും പറഞ്ഞു. കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളും നടത്തുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 3 ബ്ലോക്കുകളിൽ അത് കംപ്ലീറ്റ് ആയി. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പേരാമ്പ്ര ബ്ലോക്കിലാണ്. ഈ ഒരു സർവീസ് ക്യാമ്പ് നമ്മൾ കൂടുതൽ ഫാമേഴ്സിന് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്തതിനു ശേഷമാണ് ഇത് നടത്തുന്നത്. ഇന്നിവിടെ നടക്കുന്നത് പേരാമ്പ്ര ബ്ലോക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ഒരു കൃഷി ഉപകരണങ്ങള് ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പാണ്. അതായത് പേരാമ്പ്ര ബ്ലോക്കിലെ മുഴുവൻ കൃഷിഭവനുകളിലെയും ഇതുവരെ ഗവൺമെന്റ് സ്മാം പദ്ധതി പ്രകാരം സപ്ലൈ ചെയ്തതും അല്ലാത്തതുമായ എല്ലാതരം കൃഷി ഉപകരണങ്ങളും ഇവിടെ ഇന്ന് സൗജന്യമായി സർവീസ് ചെയ്തു കൊടുക്കുകയാണ്. കൂടാതെ ഒരു മെഷീന് മുഴുവൻ സ്പെയർ പാർട്സിന് 1000 രൂപ വരെ സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. കൂടുതൽ വരുന്ന പണം വരുന്നത് 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെയർ പാർട്സുകൾക്ക് 25% സബ്സിഡിയും നൽകുന്നുണ്ട്. ഈ പ്രവൃത്തി തീർത്തും സൗജന്യമാണ്. ഇത് കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസ് പുതിയറ ആണ്. ഇത് മേൽനോട്ടത്തിലാണ്. അവിടുത്തെ മെക്കാനിക്കുകളും മറ്റ് സ്റ്റാഫുകളാണ് ഈ പ്രവൃത്തികളും. കൂടാതെ ഇത് സപ്ലൈ ചെയ്ത ഏജൻസികളും ഇവിടെ ഈ സർവീസ് ക്യാമ്പിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനായിട്ട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 20ഓളം ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. പേരാമ്പ്ര ബ്ലോക്കിലെ നിരവധി യന്ത്രങ്ങളാണ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയായിരുന്നു ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.